ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കപ്പ വേവിച്ചതും ഉള്ളിച്ചമ്മന്തിയും കൂടെ കട്ടൻ കാപ്പിയുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. ആദ്യമായിട്ട് കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ അത് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കപ്പ നികക്കെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളമൊഴിക്കാൻ. ഇത് നമുക്ക് കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, മറ്റേത് പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു വിസിലടിച്ചാൽ മാത്രം മതി. ഇതവിടെ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ കപ്പ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഈ വേവിച്ച വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കപ്പ വേവിച്ച വെള്ളത്തോടു കൂടി ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്യുകയുമരുത്. അപ്പോൾ ഈ വേവിച്ച കപ്പ ഇനി ഇതിലേക്ക് ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് നീര് തളിച്ചു കൊടുക്കണം. ഡയറക്റ്റ് ഉപ്പ് പൊടി വിതറിയാൽ ആ ഉപ്പ് എല്ലായിടത്തും എത്തില്ല. അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിൽ കലക്കി ഉപ്പ് നീരാക്കിയിട്ട് വേണം നമ്മൾ കപ്പയിലേക്ക് തളിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മളുടെ കപ്പ വേവിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഇതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള ഉള്ളി ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. ഇതിനായി നമുക്ക് കൊച്ചുള്ളി, അതായത് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ എരിവിനായിട്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാന്താരി മുളകാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. എനിക്ക് കാന്താരി മുളക് ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അമ്മിക്കല്ലിൽ വെച്ച് ഇടിച്ച് വേണമെങ്കിലും എടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി, വാളംപുളി ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് ഒന്നുകൂടെ ക്രഷ് ചെയ്യുക. ഇനി ഈ അരച്ച മിശ്രിതത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട്. അതാണ് ഏറ്റവും ടേസ്റ്റ്. വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളിച്ചമ്മന്തിയും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയുടെ കൂടെ ഉള്ളിച്ചമ്മന്തിയും എല്ലാം കൂട്ടി നമുക്ക് സെർവ് ചെയ്യാം. കട്ടൻ കാപ്പി ഇല്ലാതെ എന്ത് കപ്പ വേവിച്ചതല്ലേ. അപ്പോൾ നമുക്ക് ഈ മഴക്കാലം ഏറ്റവും കൂടുതൽ ആസ്വാദികരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളുടെ പൂർവികർ നമ്മൾക്ക് കാണിച്ചു തന്ന ഈ ഡിഷ് നമുക്ക് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് കൂടെ പകർന്നു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ കപ്പ വേവിച്ചതും അതുപോലെയുള്ള വിഭവങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുക. നമ്മളുടെ തനി നാടൻ ഭക്ഷണ രീതികൾ ഒരിക്കലും വിട്ടുകളയാതിരിക്കുക.